സുഹൃത്തുക്കളെ, ഇത് ചാരസുന്ദരിമാരുടെ കാലഘട്ടമാണ്. പക്ഷേ ചാരസുന്ദരനായ നമ്മുടെ അർണാബ് ഗോസ്വാമി റിപ്പബ്ലിക് ചാനൽ സ്വന്തമായി ആരംഭിക്കുകയും BJPയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാമ്പത്തിക പിന്തുണയോടുകൂടി വൻ സംഭവമാക്കി മാറ്റുകയും ചെയ്ത അർണാബ് ഗോസ്വാമി ഇന്ത്യയിലെ മീഡിയ പ്രവർത്തനത്തിൻ്റെ തലതൊട്ടപ്പനായി സ്വയം വാഴ്ത്തുകയും ചെയ്യുന്ന അർണാബ് ഗോസ്വാമി ഒരു അത്യുഗ്രൻ ദ ഗ്രേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ആ സ്റ്റോറി പറയുന്നത് തുർക്കിയിൽ ഇസ്തംബൂളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓഫീസ് തുറന്നിരിക്കുന്നു എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ ഓഫീസ് സ്ഥാപിക്കാം, രാജസ്ഥാനിൽ സ്ഥാപിക്കാം, ആസാമിൽ സ്ഥാപിക്കാം. പക്ഷെ എന്തിനാണ് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്തംബൂളിൽ പോയി അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത്? പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്താനായി, കോൺഗ്രസിന് സംശയാസ്പദമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാനായിട്ട് നിരന്തരം നിരവധി സ്റ്റോറികളാണ് വിവിധ മോഡി ചാനലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്തംബൂളിലെ ഒരു കേവലം ഇന്റർനാഷണൽ കോൺഗ്രസ് കൺവെൻഷൻ സെന്റർ എന്ന പേരുള്ള ഒരു സ്ഥാപനം, ഒരു സമ്മേളനങ്ങളൊക്കെ നടത്താനുള്ള ഒരു ഹാൾ, ആ ഹാളിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് സെന്റർ എന്ന പേരിൽ ചിത്രം കാണിച്ചുകൊണ്ട് അർണാബ് ഗോസ്വാമി വായിട്ട് അലക്കുകയായിരുന്നു. ഇതാ കോൺഗ്രസ് ഇസ്തംബൂളിൽ ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. ഇത്രയും വലിയ ഒരു വിഡ്ഢിത്തം, ഇത്രയും വലിയ ഒരു അവിവേകം, ഇത്രയും വലിയ ഒരു നുണ എവിടെ പ്രചരിപ്പിച്ചിട്ടും അർണാബ് ഗോസ്വാമിയെ പ്രൊട്ടക്ട് ചെയ്യാനും ആ നുണ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാനുമാണ് BJPയുടെ IT സെൽ മേധാവി മാളവ്യ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത് എന്നത് രസകരമായ ഒരു വസ്തുതയായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇതിപ്പോൾ ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നുണകൾ ആളുകളെ സത്യമായി ബോധ്യപ്പെടുത്തുക എന്ന ഒരു തന്ത്രം മുമ്പൊക്കെ പയറ്റിയിരുന്നു. എങ്കിൽ പോലും നുണകളെ നുണകൾ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം, അത് തങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമാണെങ്കിൽ നുണയായിക്കൊള്ളട്ടെ, നുണയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മുടെ നാട്ടിൽ എടുത്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഗെയിമിന്റെ ചിത്രം കാണിച്ച് അതിൽ വിമാനം വെടിവെച്ചിടുന്നത് കാണിച്ച് ഇതാ യുദ്ധവിമാനം തകർത്തിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന രംഗങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പഴയ ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം, ഏതെങ്കിലും ഒരു ഭൂകമ്പം, അത് കാണിച്ചുകൊണ്ട് ഇതാ സ്ഫോടനം നടന്നിരിക്കുന്നു, നമ്മുടെ സൈന്യം വിജയിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന, നേപ്പാൾ ഭൂകമ്പത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് സ്ഫോടനമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ കാണിക്കുകയുണ്ടായി. അതുപോലെ 2020 ലെബനോൺ സ്ഫോടനത്തിന്റെ ദൃശ്യം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പഹൽഗാമിന്റെ സാഹചര്യത്തിൽ ബോംബുകൾ വീണതാണ്, ബോംബുകൾ പൊട്ടിയതാണ്, യുദ്ധം ആരംഭിച്ചു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാജ ദൃശ്യ നിർമ്മാണം നടത്തുന്ന ലോബികൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം നുണ പരമാവധി പ്രചരിപ്പിക്കുക എന്നു തന്നെയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വിൻസന്റെ ഭാര്യ ഉഷ വിൻസനുമായിട്ടുള്ള റേച്ചൽ നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം, റേച്ചൽ എല്ലിസൺ നടത്തിയിട്ടുള്ള ഒരു അഭിമുഖം, ആ അഭിമുഖം വമ്പിച്ച പ്രചാരം നൽകുകയുണ്ടായി. വൻതോതിൽ ലോക ജനതയെ ആകർഷിക്കുകയുണ്ടായി. അതിൽ അമേരിക്കൻ നയങ്ങളെ തന്നെ നിരൂപണം ചെയ്തുകൊണ്ടുള്ള പല പരാമർശങ്ങളും വരികയുണ്ടായി. എന്നാൽ സത്യത്തിൽ അങ്ങനെ ഒരു അഭിമുഖം നടന്നിട്ട് പോലും ഇല്ലായിരുന്നു എന്നതാണ് രസകരമായ സത്യം. നിങ്ങൾ വേറൊന്ന് ആലോചിച്ച് നോക്കൂ. ഈയിടെയായിട്ട് ഫേസ്ബുക്കിൽ നിരന്തരമായി ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ വെറും 21,000 രൂപ മുടക്കൂ, ഈ ബാങ്കിൽ നിങ്ങൾ 21,000 രജിസ്റ്റർ ചെയ്യൂ, ബാങ്കിൽ പണമിടൂ, വെറും 21,000. ആരാണ് പറയുന്നത്? ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത്. പിന്നെ എന്തിനാ വിശ്വസിക്കണം?
അവർ പറയുകയാണ്, ഇതാ നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു. നിങ്ങൾ വെറും 21,000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ സമ്പാദിക്കാൻ കഴിയുന്നത് 55,000 രൂപയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത്, അവർ തന്നെ സംസാരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി അദ്ദേഹം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം മാത്രമാണോ വേറൊരു രസകരമായ ഒരു നുണ അവതരിപ്പിച്ചത്? നിങ്ങൾ നോക്കുക, ഇന്ത്യയിലെ അതിപ്രശസ്തനായ സൂപ്പർ താരം രജനീകാന്ത് അറസ്റ്റിൽ. ഒരു ഫേസ്ബുക്കിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരു വാർത്തയാണിത്. രജനീകാന്ത് അറസ്റ്റിൽ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ക്ഷുഭിതരായിരിക്കുന്നു, അവർ ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്നതിൻ്റെ ചിത്രവും കാണിച്ചിരിക്കുന്നു. എന്നിട്ടോ അദ്ദേഹത്തെ മോചിപ്പിച്ചു. എന്താണ് കേസ്? രജനീകാന്തുമായി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിൻ്റെ ലേഖിക ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ വന്നു. ഇന്ത്യക്കെതിരായിട്ടുള്ള, ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ രജനീകാന്ത് നടത്തി. ചോദ്യം ഇതായിരുന്നു, രജനീകാന്ത് എങ്ങനെയാണ് ഇത്രയധികം പണം ഉണ്ടാക്കുന്നത്? രജനീകാന്ത് പറഞ്ഞു, അത് അഭിനയം കൊണ്ടൊന്നുമല്ല, അത് ഞാൻ 21,000 രൂപ ഇങ്ങനെ മുടക്കിയപ്പോൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അതിൽ പിന്നെ ഞാൻ വീണ്ടും മുടക്കി, എനിക്ക് കോടികൾ ലഭിച്ചു. ഇതെങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന, ഇത് ഇന്ന രീതിയിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ രജനീകാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖിക, അവരുടെ പേരുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നതായിട്ട് വിശ്വസിക്കാവുന്ന രീതിയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ രഹസ്യം വെളിപ്പെടുത്തി എന്നതാണ് രജനീകാന്ത് ചെയ്ത കുറ്റം. അതിനാണ് അയാളെ ഉടനെ വന്ന് ചാനലുകളിൽ വന്ന ഉടനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. ഇത്രയും വലിയൊരു നടനെ ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഭൂകമ്പവും ഉണ്ടായില്ല. അതാണ് തമാശ. അപ്പോൾ ഇങ്ങനെയുള്ള നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് സത്യസന്ധരായ ആളുകളും സത്യത്തോട് ആഭിമുഖ്യമുള്ള ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. വാർത്തകൾ എന്ന് പറയുന്നത് വിനോദമായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും വാർത്തകൾക്ക് സത്യസന്ധത ആവശ്യമില്ല. അവതരണ ഭംഗി മതി. അതല്ലെങ്കിൽ അത് വളരെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു ആക്ടിവിസത്തോടു കൂടി, ഹൈപ്പറായിട്ടുള്ള വലിയ ജാടയോട്, വലിയ മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് വലിയ എന്തോ സംഭവമാണ് എന്ന മട്ടിൽ അതങ്ങ് അവതരിപ്പിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന, അത് കണ്ട് അതിന് റാൻ മൂളുന്ന പാർട്ടികളുടെയും അവരുടെ അനുയായികളുടെയും ഒരു രാജ്യ സമാചാരം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു.